സെക്കൻഡ് സൂചി ഇഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അൽ നസർ ആരാധകർക്ക് അപ്പോൾ തോന്നിക്കാണണം. സ്റ്റോപ്പേജ് ടൈം അവസാനിക്കാൻ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണവർ. ഗ്യാലറിയിൽ പലരും വിജയാഘോഷം തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യാനോയുടെ ചിത്രം പതിച്ച ടീഷർട്ടുകളിൽ ചാമ്പ്യൻസ് എന്ന് എഴുതിയിട്ടിരിക്കുന്നു. ഫൈനൽ വിസിലിന് ഇനി 1 മിനിറ്റ് തികച്ചില്ല. ഒടുന്നനെ അത് സംഭവിച്ചു. ഒരു ത്രോ അൽ നസർ ഗോൾ മുഖത്തേക്ക് തൂങ്ങിയിറങ്ങുന്നു. അത് ക്ലിയർ ചെയ്യാനായി ബെൻഡോയും ഇനിഗോ മാർട്ടിനസും ചേർന്ന് നടത്തിയ ശ്രമം പാളി. പന്ത് ബെൻഡോയുടെ കയ്യിൽ നിന്ന് വഴുതി വലയിൽ പതിക്കുന്നു. അല്ലവുൽ പാർക്കിലെ ആരവങ്ങൾ ഒടുങ്ങി. ഗ്യാലറി നിശബ്ദമായി. ക്രിസ്ത്യാനോ നിരാശനായി ഡഗൌട്ടിലിരിപ്പുണ്ട്. 4 വർഷമായി ഈ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. നിസ്സഹായനാണിപ്പോൾ അയാൾ. സൗദി പ്രോ ലീഗിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് CR7 ആണ്. ലോക ഫുട്ബോൾ ഭൂപടത്തിൽ സൗദി ഇനി അടയാളപ്പെടുത്തപ്പെടുന്നത് അയാളുടെ വരവിന് മുമ്പും ശേഷവും എന്നായിരിക്കും. റോണോയുടെ എൻട്രിക്ക് ശേഷം സൗദിയിലേക്ക് യൂറോപ്പിൽ നിന്ന് താരങ്ങളുടെ പ്രവാഹമായിരുന്നു. അവരിൽ പലരും ലീഗ് കിരീടവും ചാമ്പ്യൻസ് ലീഗും ഒക്കെ ചൂടി. എന്നാൽ റോണോയുടെ അൽ നസറിന്റെ ഷെൽഫ് മാത്രം ഒഴിഞ്ഞു കിടന്നു. ഇക്കുറിയെങ്കിലും ആ കിരീട വരൾച്ചയ്ക്ക് അന്ത്യമാകുമെന്ന് കരുതിയതാണ്. എന്നാൽ കാത്തിരിപ്പ് നീളുമെന്ന്. 33 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ 83 പോയിന്റാണ് അൽ നസറിനുള്ളത്. 2ാം സ്ഥാനത്തുള്ള അൽ ഹിലാലുമായി 5 പോയിന്റിന്റെ വ്യത്യാസം. എന്നാൽ ഹിലാൽ ഒരു കളി കുറവാണ് കളിച്ചിട്ടുള്ളത്. അതായത് അവർക്കിനിയും കിരീട പ്രതീക്ഷകൾ ബാക്കിയുള്ളത്. അവശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ജയിക്കുകയും അൽ നസർ അവസാന കളിയിൽ തോൽക്കുകയും ചെയ്താൽ അൽ ഹിലാലിന് കിരീടമണിയാം. ലീഗിലെ 8ാം സ്ഥാനക്കാരായ നിയോം FC-യും 10ാം സ്ഥാനക്കാരായ അൽ ഫൈഹിയുമാണ് അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഹിലാലിന്റെ എതിരാളികൾ. 15ാം സ്ഥാനക്കാരായ ദമാക് FC-യാണ് അൽ നസറിന് നേരിടാനുള്ളത്. അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അൽ നസർ തന്നെ കിരീടമണിയുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. നമ്മൾ ആ സ്വപ്നത്തിന് അരികിലെത്തിയിരിക്കുന്നു. തല ഉയർത്തു. ഒരൊറ്റ കടമ്പ കൂടെ ബാക്കിയുള്ളൂ. ക്രിസ്ത്യാനോ ആ ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്.